ശ്രീ പ്രിന്റു മഹാദേവ്, ഈ വിദ്യാർത്ഥിയെയൊക്കെ പുറത്താക്കപ്പെടുന്ന ഘട്ടം എപ്പോഴാണ്? ഇന്നലെ അല്ലെങ്കിൽ ഈ അവിടെ റെയ്ഡ് നടക്കുന്ന ഒരു ദിവസം മാത്രമല്ലല്ലോ അവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത്. പോലീസ് അവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ കാണുന്നത് അവിടെ കിലോ കണക്കിന് കഞ്ചാവ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. യൂണിയൻ റൂമിൽ, SFIയുടെ യൂണിയൻ റൂമിൽ അങ്ങനെ, അതുപോലെ ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ അളവുകൾ തൂക്കിക്കൊടുക്കാനുള്ള ത്രാസുണ്ട്, കവറുകളുണ്ട്, പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇത് ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് വലിയ ലഹരി മാഫിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമായി SFI ക്യാമ്പസുകളിൽ വളരുകയും ഇത് പിടിക്കപ്പെടുമ്പോൾ നാട്ടുകാർക്ക് മുന്നിൽ അറിയുമ്പോൾ മാത്രം അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമല്ലേ SFI അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്? തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ച പോലെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഈ പതിറ്റാണ്ടുകളുടെ ലഹരിയുടെ സേവന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SFI. ആ പ്രസ്ഥാനത്തിന്റെ ബീജാഭാവം തന്നെ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന പദ്ധതി തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു യുവത്വത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചോദിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ സാധിക്കും, ഈ കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ലഹരി മാഫിയയുടെ അടിമപ്പെടുത്താനും അല്ലെങ്കിൽ ലഹരിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടന എന്നുള്ളത് SFI തന്നെയാണ്. SFI ശക്തമായ സ്വാധീനമുള്ള ക്യാമ്പസുകളൊക്കെ തന്നെയാണ് ഈ ലഹരി മാഫിയയുടെ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മഹാരാജാസ് കോളേജ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ, കണ്ണൂർ ലോ കോളേജ് ആയിക്കോട്ടെ, തൃശ്ശൂർ ലോ കോളേജ് ആയിക്കോട്ടെ, നമ്മുടെ കേരളവർമ്മ കോളേജ് ആയിക്കോട്ടെ. ഈ കേരളവർമ്മ കോളേജിനകത്ത് ഈ കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയ പാരമ്പര്യമുള്ളവരാണ് SFIക്കാർ. അപ്പൊ അതുകൊണ്ട് ഈ SFIയുടെ പ്രവർത്തന പാരമ്പര്യമോ അല്ലെങ്കിൽ അവർ സാമൂഹിക നന്മയ്ക്കാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഈ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കൾച്ചറൽ മാർക്സിസത്തിന്റെ ഇടപെടൽ ക്യാമ്പസിനകത്ത് SFI നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അരാജകത്വത്തിൻ്റെതാണ്. കാരണം ഇവരുടെ ഐക്കൺ ആരാണ്? ഇവർ ഐക്കണായി നിൽക്കുന്നത് നോക്കൂ, ഈ കഞ്ചാവ് ബീഡി ചുണ്ടിൽ വെച്ച് നിൽക്കുന്ന SFIയുടെ ആളുകൾ സ്വീകരിക്കുന്ന, അവരുടെ ഹൃദയപക്ഷമായിട്ട് അവർ സ്വീകരിക്കുന്ന പുരുഷ ചെഗുവേരയാണ്. അപ്പൊ ചെഗുവേരയുടെ ഈ കഞ്ചാവ് ബീഡി ചുണ്ടിൽ വെച്ച് നിൽക്കുന്നവൻ പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പ്രത്യയശാസ്ത്രപരമായിട്ട് സമൂഹത്തെ, യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അവരുടെ ഉത്ഭവം മുതൽ അവർ ഇന്നലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് SFI എന്ന് പറയുന്നത് ഹൃദയപക്ഷമാണെന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായമില്ല. നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുള്ള ലഹരി കടത്തിന്റെയോ ഈ കഞ്ചാവ് മാഫിയുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞങ്ങൾ കേവലം ഒരു ആധികാരികമായിട്ടൊരു ചർച്ചയ്ക്ക് പറയുകയല്ല. കേരളത്തിൽ SFIയുടെ സംസ്ഥാന സമിതി അംഗം മുതൽ ഇപ്പോഴത്തെ, ഞാൻ ആധികാരികമായി പറയുന്നു, ഇപ്പോഴത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴക്കാരൻ ശിവപ്രസാദ് അടക്കം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അത് ഉറച്ചു ഞങ്ങൾ പറയുകയാണ്. അതിലൊരു മടിയും കണ്ട. കാരണം ഈ പ്രസ്ഥാനം അങ്ങനെയാണ്. കാരണം കേരളത്തിലെ റാഗിംഗ് കേസുകളായിക്കോട്ടെ, അക്രമത്തിന്റെ കേസുകളായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, അരാജകത്വമായിക്കോട്ടെ, കാരണം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദ്ഭവം, അതായത് മാക്സും എംഗൽസും തന്നെ ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ പറയുന്നു ഞങ്ങൾ ലഹരിക്കെതിരെ പോരാടുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദന് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഇവരൊരു കാലഘട്ടത്തിൽ ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ബീഡി ഉണ്ടോ സഖാവെ തീപ്പെട്ടിയെടുക്കാൻ എന്നായിരുന്നു. ഒരു പ്രസ്ഥാനം ചോദിക്കുക, ബീഡി ഉണ്ടോ സഖാവെ തീപ്പെട്ടിയെടുക്കാൻ. ഇപ്പൊ നേരത്തെ SFIക്കാർ ചോദിക്കുകയാണ്, MDM ഉണ്ടോ സഖാവെ ഗുൽമോഹർ പൂക്കൾ പോയിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. ഗുൽമോഹർ ഇടങ്ങളിൽ പോയിരിക്കാം, MDM നമുക്ക് അടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിന്റെ പ്രശ്നമാണ്, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിലല്ല. സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നോക്കൂ. ഇപ്പൊ കേരളത്തിൽ ഈ സിനിമാ മേഖല, മലയാള സിനിമാ മേഖല ഈ അരാജകത്വത്തിലേക്കും കഞ്ചാവ് മാഫിയയിലേക്കും പോയത് എവിടെയാണ്? ഇപ്പൊ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പൊ നോക്കി, മട്ടാഞ്ചേരി മാഫിയ നയിക്കുന്ന ആളുകളുടെ പൂർവ്വകാല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞ് ഇവർക്ക് SFIക്കാരായിരുന്നു. ഇപ്പൊ ആഷിഖ് അബ് ആയിക്കോട്ടെ, ദിലീഷ് പോത്തൻ ആയിക്കോട്ടെ, ഈ നമ്മുടെ ശ്രീനാഥ് ബാസി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇടതുപക്ഷ SFIയുടെ യൂണിയന്റെ ഒക്കെ ഭാരവാഹികളായിരുന്നു. ഇപ്പൊ കളമശ്ശേരി കോളേജിലായിരുന്നു നമ്മളുടെ രാജീവ് പഠിച്ചിരുന്നത്, മഹാരാജാസ് കോളേജിലായിരുന്നു നമ്മുടെ തോമസ് ഐസക് പഠിച്ചിരുന്നത്. ഇത് ഞാൻ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുകയാണ് ഇവർ. ഇത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ ഇവര് വാചക കസർത്ത് നടത്തുകയാണ്. അപ്പൊ അതിനകത്തൊന്നും
പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം പുകയ്ക്കുക, പൂസാവുക, പൂക്കാസയാവുക, ഇതാണ് ഇവരുടെ ഒരു പോളിസി. അപ്പൊ അതുകൊണ്ട് ഇത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ സർക്കാരിന്റെ ഇപ്പോൾ കാണുന്ന ഈ കേരളത്തിൽ ഇത്ര വിവാദമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ ജാഗ്രത സർക്കാർ 2 വർഷം മുമ്പ് തന്നെ കാണിക്കേണ്ടതായിരുന്നില്ലേ? കഴിഞ്ഞ 3 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള താക്കീതുകൾ നൽകുന്നുണ്ട്. 2021 മുതലാണ് കേരളത്തിലെ അബ്കാരി കേസുകളായിക്കോട്ടെ, ലഹരി കേസുകളുടെ എണ്ണം കൂടുന്നത്. ഓരോ വർഷവും കേന്ദ്ര സർക്കാർ താക്കീത് കൊടുക്കുന്ന സമയത്ത് അതിനനുസൃതമായിക്കൊണ്ട് ഇവരെ വളർത്താനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. 2022 ആദരണീയനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരമണിക്കൂറാണ് ലഹരിക്കെതിരെ പ്രസംഗിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ആവർത്തിച്ചില്ലായിരുന്നു. ഈ ഫർസാനയോ ഖദീജയോ നബീസോ ഒന്നും ഈ മക്കളുടെ ഒന്നും ലഹരി മാഫിയയുടെ അടികൊണ്ട് മക്കളുടെ കൊലപാതകത്തിൽ ഇരയാവില്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ പോളിസി തന്നെ മദ്യത്തെയും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇപ്പൊ നമ്മളെ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പൊ മുതിർന്ന സഖാക്കളാണെങ്കിൽ അവർക്ക് മദ്യമാണ്, അത് കഴിഞ്ഞ് ഇടത്തരം ഡിവൈഫൈക്കാരനാണെങ്കിൽ കഞ്ചാവാണ്, SFIക്കാരനാണ് MDMA ആണ്, ഇത് പുകച്ച് പൂസാവുകയാണ് പൂക്കാസക്കാരൻ. ഇതാണ് ഒരു പോളിസി. അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാനമാണ് ഈ കേരളത്തെ ബാധിച്ച വലിയ ജീർണതയ്ക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ഇപ്പോൾ പോലീസ് ഒരു 2 ആഴ്ച കാണിക്കേണ്ട ജാഗ്രത, അപ്പൊ അതിനർത്ഥം നോക്കൂ, ഈ ജാഗ്രത മുന്നേ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതെ ശ്രീ പ്രിന്റു, ഈ 20 ദിവസം കൊണ്ട് പിടിച്ചത് 5000-ലേറെ പേരെയാണ്.